ഹരി ഓം. ദശകം 10 ശ്ലോകം 2. മിഥ്യാഗ്രഹാസ്മി മതിരാഗവികോപഭീതിർജ്ഞാനവൃത്തിമിതി പഞ്ചവിധാം സസൃഷ്ട്വാ ഉദ്ദാമതാമസപദാർത്ഥവിധാനധൂനസ്തേനേ ത്വദീയചരണസ്മരണം വിശുദ്ധ്യൈ. മിഥ്യാഗ്രഹഃ അസ്മി മതി രാഗ വികോപ ഭീതിഃ. മിഥ്യാഗ്രഹ എന്നില്ല, മിഥ്യാഗ്രഹ അസ്മി മതി രാഗ വികോപ ഭീതിഃ. മിഥ്യാഗ്രഹാസ്മി മതി രാഗ വികോപ ഭീതിഃ. മിഥ്യാഗ്രഹാസ്മി മതി രാഗ വികോപ ഭീതിഃ. മിഥ്യാഗ്രഹ അസ്മി മതി രാഗ വികോപ ഭീതിഃ. അജ്ഞാനവൃത്തിം ഇതി. അജ്ഞാനവൃത്തിം പ്ലസ് ഇതി. അജ്ഞാനവൃത്തിമിതി പഞ്ചവിധാം സഹ സൃഷ്ട്വാ. അജ്ഞാനവൃത്തിമിതി പഞ്ചവിധാം സസൃഷ്ട്വാ ഉദ്ദാമ താമസ പദാർത്ഥ വിധാന ദൂനഃ. ഉദ്ദാമതാമസ പദാർത്ഥ വിധാന ദൂനഃ തേനേ ത്വദീയ ചരണ സ്മരണം വിശുദ്ധ്യൈ. തേനേ ത്വദീയ ചരണ സ്മരണം വിശുദ്ധ്യൈ. മൂന്നാമത്തെയും നാലാമത്തെയും വരി ചേർത്ത് വായിക്കുമ്പം ആ വിസർഗം മാറ്റിയേച്ച് ഉദ്ദാമ താമസ പദാർത്ഥ വിധാനധൂനസ്തേനേ ത്വദീയ ചരണ സ്മരണം വിശുദ്ധ്യൈ എന്ന് വായിക്കണം. മിഥ്യാഗ്രഹാസ്മി മതിരാഗവികോപഭീതിർജ്ഞാനവൃത്തിമിതി പഞ്ചവിധാം സസൃഷ്ട്വാ ഉദ്ദാമ താമസ പദാർത്ഥ വിധാനധൂനസ്തേനേ ത്വദീയ ചരണ സ്മരണം വിശുദ്ധ്യൈ. ശ്ലോകം 2 അന്വയവും അർത്ഥവും നോക്കാം. സഹ എന്നുദ്ദേശിക്കുന്നത് ആ ബ്രഹ്മാവിൻ്റെ കാര്യമാണല്ലോ ഇപ്പോൾ പറഞ്ഞു വരുന്നത്. അപ്പം സഹ മിഥ്യാഗ്രഹാസ്മി മതി രാഗവികോപഭീതിഃ. ആ ബ്രഹ്മാവ് മിഥ്യ എന്ന് പറഞ്ഞാൽ ആ തെറ്റായിട്ടുള്ള ധാരണ, ആ തെറ്റായിട്ട് ധരിച്ചത് എന്താണ്? ആ പ്രപഞ്ചം യഥാർത്ഥമാണെന്നുള്ള ആ ഒരു ബോധം, അതാണ് തെറ്റിദ്ധരിക്കൽ. അപ്പോൾ ആ ബ്രഹ്മാവിൻ്റെ ആ തെറ്റിദ്ധാരണ, ആ തെറ്റിദ്ധരിക്കൽ അഹംബുദ്ധി രാഗം കോപം ഭയം ഇതി പഞ്ചവിധം, ഇങ്ങനെ 5 വിധത്തിൽ അജ്ഞാനവൃത്തിം സൃഷ്ടുക. അപ്പം അങ്ങനെയുള്ള 5 വിധത്തിൽ അജ്ഞാന കാര്യങ്ങൾ സൃഷ്ടിച്ചു പോയി ബ്രഹ്മാവ്. മിഥ്യ ആഗ്രഹം, അതാണ് മിഥ്യാഗ്രഹം, അതാണ് തെറ്റിദ്ധരിക്കൽ എന്ന് പറയുന്നത്. ആ തെറ്റിദ്ധാരണ പ്രപഞ്ചം യഥാർത്ഥമാണെന്നുള്ള ഒരു ബോധം. അപ്പം അതിന് പറയുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു സ്വപ്നം കാണുന്ന സമയത്ത് ആ കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും അത് യഥാർത്ഥമാണെന്ന് വിചാരിക്കും. അതേസമയം ഉണർന്നു കഴിയുമ്പോഴോ അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇത് ആ യഥാർത്ഥമല്ലായിരുന്നു, സ്വപ്നം ആയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെയാണ് ആ സ്വപ്നം എന്നുള്ളത് എങ്ങനെ സത്യമായിട്ട് തോന്നിയോ അതുപോലെയാണ് ഈ മായാലോകത്ത് ജീവിക്കുന്ന നമുക്ക് ഈ പ്രപഞ്ചം യഥാർത്ഥമാണെന്നുള്ള ആ ഒരു തോന്നൽ. അപ്പം ആ കാര്യം അത് അജ്ഞാനമാണെന്ന് ജ്ഞാനികൾ പറയുന്നുണ്ട്. അങ്ങനെയുള്ള അത് തെറ്റിദ്ധാരണ മാത്രമാണ്, ശരിയായിട്ടുള്ള ധാരണയല്ല എന്ന് ജ്ഞാനികൾ പറയുന്നുണ്ട്. അസ്മിമതി, അതാണ് അഹംബുദ്ധി അല്ലെങ്കിൽ ആ വ്യക്തിത്വബോധം. ഞാൻ അല്ലെ ഞാൻ ഇന്നയാളാണ് എന്നുള്ള ഒരു ആ വ്യക്തിത്വ ബോധം. രാഗം എന്ന് പറഞ്ഞാൽ ആസക്തി, വ്യക്തികളോടും ഈ ലോകത്തിലോടും നമ്മുടേതായ വസ്തുക്കളോടുമുള്ള ആസക്തി. അടുത്തത് കോപം. അപ്പം നമ്മൾ എന്തെങ്കിലും കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉദ്ദേശിച്ച രീതിയിൽ നടക്കാതെ വരുമ്പോഴുണ്ടാവുന്ന ആ ഒരു കോപം. പിന്നത്തേത് ഭയം പലതരത്തിൽ നമുക്ക് ഭയങ്ങളുണ്ട്. ഇപ്പം നമ്മളെക്കാളും
മെച്ചമായിട്ടുള്ളവരെ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു തരം കുശുമ്പെന്നോ അതിന് ഭയമെന്നോ, പിന്നെ നമുക്ക് ദുരന്തം വരുമോ എന്നുള്ള ഭീതി, എന്നുവെച്ചാൽ നമ്മളെക്കാളും ഈ കഴിവുള്ളവർ നമ്മെ തോൽപ്പിക്കുമോ എന്നുള്ള ഭീതി പലതരത്തിലുണ്ടല്ലോ. അങ്ങനെയുള്ള ഭീതി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനുഷ്യനെ നയിക്കാറുണ്ട്. ഇതി പഞ്ചവിധ, ഇങ്ങനെയുള്ള 5 വിധത്തിലുള്ള അജ്ഞാനവൃത്തിം സൃഷ്ടുവ, ഇങ്ങനെ 5 വിധത്തിലുള്ള അജ്ഞാന കാര്യങ്ങൾ ബ്രഹ്മാവ് സൃഷ്ടിച്ചിട്ട് ഉദ്ദാമ താമസ പദാർത്ഥ വിധാനദൂനഃ, എന്നുവെച്ചാൽ അത്യധികം തമോ ഗുണമുള്ള ഇവയുടെ സൃഷ്ടി കൊണ്ട് പശ്ചാത്തപിക്കുന്നവനായിട്ട്, എന്നുവെച്ചാൽ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോഴാണ് ബ്രഹ്മാവിന് മനസ്സിലായത് ഇങ്ങനെയുള്ള ഈ അധികവും തമോ ഗുണങ്ങളെ കൊണ്ടാണ് സൃഷ്ടി നടത്തിപ്പോയല്ലോ എന്നുള്ള ഒരു മനസ്താപം ഉണ്ടായത്. വിശുദ്ധ്യൈ തുദീയ ചരണസ്മരണം തേനേ, വിശുദ്ധ്യൈ തുദീയ ചരണം, അജ്ഞാനം നീങ്ങിയിട്ട് ആ ശുദ്ധി കൈവരുന്നതിനായിട്ട് നിന്തിരുവടിയുടെ തൃപ്പാദങ്ങളെ ധ്യാനിച്ചു. സ്മരണം തേനേ, അങ്ങയുടെ തൃപ്പാദങ്ങളെ ധ്യാനിച്ചു. എന്തിനു വേണ്ടിയിട്ട്? അജ്ഞാനം നീങ്ങിയിട്ട് ശുദ്ധി കൈവരുന്നതിനായിട്ട് നിന്തിരുവടിയുടെ തൃപ്പാദങ്ങളെ ധ്യാനിച്ചു. അപ്പോൾ അതിനുശേഷം ആ ബ്രഹ്മാവ് ആ മിഥ്യാഗ്രഹം, അഹങ്കാരം, രാഗം, വികോപം, ഭീതി, ഇങ്ങനെ 5 വിധത്തിലുള്ള അജ്ഞാനങ്ങളെ സൃഷ്ടിച്ചിട്ട് കേവലം ഈ തമോ ഗുണകാര്യങ്ങളായ പദാർത്ഥങ്ങളുടെ സൃഷ്ടി കാരണവും സ്വമേധയാ തന്നെ ആ സൃഷ്ടിച്ച അതിനെക്കുറിച്ച് ഓർത്ത് ഭയങ്കരമായിട്ട് ദുഃഖിതനായി. എന്നിട്ട് ഈ അജ്ഞാന പരിഹാരത്തിന് വേണ്ടിയിട്ട് ആരെയാ പരിഹാരത്തിന് വേണ്ടിയിട്ട് പ്രാപിക്കേണ്ടത്? അങ്ങയുടെ ചരണങ്ങളെ തന്നെ ചിന്തിച്ച് പ്രാർത്ഥിച്ചു. അപ്പം അതാണ് പറയുന്നത്, നമുക്ക് പലപ്പോഴും അഹങ്കാരമുണ്ടാകാറുണ്ട്, കോപമുണ്ടാകാറുണ്ട്. ഇതൊക്കെ പല സമയം നമ്മൾ പലപ്പോഴും വേണം എന്ന് വെച്ചിട്ടല്ല ചെയ്യുന്നതെങ്കിൽ കൂടിയും ബ്രഹ്മാവിന് പോലും ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയിൽ അബദ്ധം പറ്റി എന്ന് തോന്നിയിട്ട് പശ്ചാത്തപിച്ചു. ആ പശ്ചാത്താപമാണ് ഏറ്റവും വലിയൊരു കാര്യം. നമ്മൾ ഇപ്പം എന്തെങ്കിലും തരത്തിലുള്ള തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ തന്നെ, ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമാണെങ്കിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റ് അനാവശ്യമായിട്ട് നമുക്ക് ചില സമയം നമ്മുടെ ആ മനുഷ്യരുടെ ഇടയിൽ വരുന്ന ഒരു കാര്യമാണ് തെറ്റ് ചെയ്യാത്ത ഒരാളെ ആ തെറ്റുകാരനായിട്ട് ചിത്രീകരിക്കുന്ന ഒരു രീതി. ഇപ്പോൾ അങ്ങനെയാണല്ലോ പല കേസുകളും നടക്കുന്നത് തന്നെ. പലരും അറിഞ്ഞിട്ടില്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് അതിലെ തെറ്റുകാരായിട്ട് വന്നു ചേർന്ന് ഭവിക്കുന്ന ഒരു കാര്യം. ചിലപ്പോൾ അവരറിഞ്ഞുകൊണ്ടായിരിക്കത്തില്ല, പക്ഷേ അവനവൻ്റെ ആ ഒരു സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ തെറ്റുകാരാക്കുന്നതും അത് ഭയങ്കര ഒരു തെറ്റാണ്. പക്ഷേ ആ തെറ്റ് മനസ്സിലാക്കി നമ്മൾ പശ്ചാത്തപിച്ച് ആ വ്യക്തിയോട് ക്ഷമ ചോദിക്കുകയും അതിന് നമ്മൾ പരിഹാരമായിട്ട് ആ ഭഗവാന്റെ ചരണത്തിനെ മാത്രം ആശ്രയിക്കുകയും ചെയ്തു കഴിഞ്ഞാലേ അതിനുള്ള പരിഹാരമുണ്ടാവുകയുള്ളൂ എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. പക്ഷെ മനഃപൂർവ്വം നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് പരിഹാരം ഇല്ല. ഇതൊക്കെ അറിയാതെ, ബ്രഹ്മാവിനറിയാതെ വന്നുപോയ തെറ്റാണ്. നമ്മളിലുള്ളവർക്ക് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകൾക്കും ഒരു പരിധിവരെ പരിഹാരമുള്ളൂ. അല്ലാതെ ഒരാളെ വഞ്ചിക്കണമെന്നോ ഒരാളെ ദ്രോഹിക്കണമെന്നോ വിചാരിച്ചു ചെയ്യുന്ന ആ തെറ്റുകൾക്ക് പരിഹാരം വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് പല ആചാര്യന്മാരും പറയുന്നത്. മിഥ്യാഗ്രഹാസ്മിമതിരാഗവിഗോപഭീതിരജ്ഞാനവൃത്തിമിതി പഞ്ചവിധാം സസൃഷ്ട്വാ ഉദ്ദാമതാമസപദാർത്ഥവിധാനധൂനസ്തേനേ ത്വദീയചരണസ്മരണം വിശുദ്ധ്യേ.